ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് റിസൾട്ട് വരുമ്പോൾ ബാക്കി കാണാം. ഒരു പരിപാടിയാണ് നമുക്ക് വേണ്ടി ഹാക്ക കൊണ്ടുവന്നത്. നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആയിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ട് കുട്ടികൾ ഓരോന്നും ഇങ്ങനെ സമ്മതിച്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഫുൾ കഴിയാറാകുമ്പോൾ അറിയാം ആരാണ് വിജയ്. You know TJF, right? Thank God it's Friday. And Hacker Marketing School in the TJF ആണ്. But അത് thank God it's Friday അല്ല, thank God it's fun day ആണ്. യെസ്, ഇന്ന് ഹാക്കർ മാർക്കറ്റിംഗ് സ്കൂൾ നമ്മുടെ സ്റ്റുഡൻസിന് ഫുൾ ഓഫ് ഫൺ ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവർക്കുള്ള മെയിൻ ടാസ്ക് എന്താണെന്നറിയോ? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്ന എന്നാൽ ഇപ്പോൾ ഡെഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡിന് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും റീബ്രാൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവർക്കുള്ള ടാസ്ക്. അതിൻ്റെ ലോഗോ, ബ്രാൻഡ് ഐഡൻറ്റിറ്റി, കളർ പാലറ്റ് എല്ലാതും ഡിഫറെൻ്റ് ആയിരിക്കണം. ആൻഡ് അതത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. നിങ്ങളെ കറക്റ്റ് 8 ടീമായിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടീമിലും 20 മുതൽ 26 മെമ്പേഴ്സ് അടക്കം എല്ലാ ടീമിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 2 റൗണ്ട്സ് ആയിട്ട് ഫസ്റ്റ് നടക്കുന്നതിൽ 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം 4 ടീമിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ബാക്കി 4 ടീം മാത്രമായിരിക്കും 3rd റൗണ്ട് അല്ലെങ്കിൽ ഫിനാലെ റൗണ്ടിലേക്ക് കടക്കുന്നുണ്ടാവുക. ആൻഡ് നിങ്ങളെ മെമ്പേഴ്സ് 26 മെമ്പേഴ്സ് ഉണ്ട്. മേക്ക് യൂസ് ഓഫ് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് റൗണ്ടിൽ ഇവർക്ക് കൊടുത്തുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള എന്നാൽ നിലവിൽ മാർക്കറ്റിൽ ഇല്ലാത്ത ബ്ലാക്ക്ബെറി എന്ന ബ്രാൻഡിനെ കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വോയിസ് ടോണ്, ടാഗ് ലൈന്, സ്ലോഗൻ, ലോഗോ, എവറിത്തിങ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ആൻഡ് ഈവൻ ടാർഗറ്റ് ഓഡിയൻസിന് ഇവർ എന്ത് ചെയ്യണം? ഇവർ ന്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് എ ടാസ്ക്. ഓക്കെ, അടിപൊളിയായിട്ട് പിള്ളേർ വർക്ക് ചെയ്തിട്ട് ഓടി നടന്നാണ് അവർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളാണ് എനർജിയാണ്. കുറച്ചും കൂടി ടൈം കിട്ടിയിട്ട് നന്നായിരുന്നു. ബാക്കി കുഴപ്പമില്ല, പറ്റുന്നിടത്തോളം മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റി. പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മളിത് വാങ്ങിയിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് റിസൾട്ട് ഇതിലുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഈ പറയുന്ന ഫണ്ണ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് റൗണ്ടിലാണ് വരുന്നത്. സെക്കൻഡ് റൗണ്ടിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതനുസരിച്ച് ഇവരുടെ എൻ്റെ ഡെറിവേറ്റീവ്സ് ഒന്നുകൂടെ മാറ്റി ചെയ്യേണ്ടി വരും. സോ നമ്മുടെ മെൻറ്റേഴ്സ് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ വാല്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അവരോട് അടുത്ത് പോയി നോക്കാം എന്താണ് അവസ്ഥ, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ടിൽ ഇതിലും നന്നായിട്ട് വരും എന്നുള്ളത് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അടിപൊളിയാണ്. അവർ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിട്ട് വേണം ഇനി ഇതിന് മാർക്ക് ഇടാനായിട്ട്. അത്രയും കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. സോ നമുക്കാണെങ്കിലും ഒരു നോക്കുമ്പോൾ ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നത് അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഫസ്റ്റ് റൗണ്ട് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മളൊരു ഫസ്റ്റ് ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ലൈക്ക് ഗ്രൂപ്പ് ഇതാക്കിയിട്ട് നല്ല ഡൈനാമിക് ഗ്രൂപ്പിലായതുകൊണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. നൈസായിരുന്നു. റൗണ്ട് 1 നമുക്ക് തന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക്ബെറി പഴയ ബ്രാൻഡ്, ആ പഴയ ബ്രാൻഡിനെ കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്ത് ജെൻസിയിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ കൊള്ളാം, എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെ സക്സസ്ഫുള്ളി റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റൗണ്ട് 2 കടന്നിരിക്കുകയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ ഇവരെല്ലാവരും സെയിം USP ആണ് ബ്ലാക്ക്ബെറി എന്ന ബ്രാൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 100 GB ക്ലൗഡ് സ്റ്റോറേജ്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് 100 GB ക്ലൗഡ് സ്റ്റോറേജിൽ ഇവർക്ക് ഡാറ്റ ലീക്കേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. യെസ്, ഒരുപാട് ടെക്കീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ട്വിറ്ററിലും എക്സിലും, ട്വിറ്റർ എക്സും സെയിം ആണ്, ആൻഡ് റെഡിറ്റിലും ലിങ്ക്ഡിനിലൊക്കെ ആയിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഡാറ്റ ലീക്കേജ് വരുന്നുണ്ട്, ഡാറ്റ പ്രൈവസിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേറൊരു ബ്രാൻഡ് പൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ത് ചെയ്തു? ഈ ഒരു ക്രൈസിസ് മുതലെടുത്തുകൊണ്ട് ഇവർക്ക് എതിരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പൾസിൻ്റെ മെയിൻ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡാറ്റ
ഡാറ്റയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ ലീക്ക് ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ലൈക്ക് പ്രിയോറിറ്റി, ഞങ്ങൾ ഏറ്റവും ടോപ്പ് പ്രിയോറിറ്റി എപ്പോഴും ഡാറ്റയാണ്, അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൾസ് മാർക്കറ്റ് ചെയ്യണത്. ഈ റൗണ്ടിൽ ഇവർക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രൈസിസിന് ഇവരെങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ബ്രാൻഡിന് ഇവരെങ്ങനെ ഈ ഒരു ക്രൈസിസിൽ നിന്ന് സർവൈവ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. അതിന് എന്തെല്ലാം ക്യാമ്പയിൻ പ്ലാൻ ചെയ്യണം, എന്തെല്ലാം ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണം, അങ്ങനെ ഫുൾ ഓഫ് ന്യൂ തിങ്സാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. ഇവർ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത പോലെ ഒന്നുമല്ല, ഇത് കുറച്ചും കൂടി ട്വിസ്റ്റ് ഉള്ളതാണ്, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ റൗണ്ടിൽ വരുന്നത്. അങ്ങനെ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ട് കിട്ടിയ ട്വിസ്റ്റ്? ഇഷ്ടം അടിപൊളിയാണ്. പക്ഷേ ഞങ്ങൾ സർവൈവ് ചെയ്യും. ഞങ്ങളെ ബ്ലാക്ക്ബെറി എന്നുള്ളത് നമുക്ക് ഡാറ്റ ലീക്ക് എന്നുള്ളതും അത് വെറും ഒരു ഫേക്ക് ക്യാമ്പയിനാണ് അവർ തരുന്നത്. ആ ഫേക്ക് ആണെന്നുള്ളത് ഞങ്ങൾ പ്രൂവ് ചെയ്ത് തരും നമ്മുടെ ക്യാമ്പയിൻ. അതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അതെ, ഓക്കെ. TGIF എന്നൊരു ഇവൻറ്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇല്ല എന്നു ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ് റൂമിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം അതെങ്ങനെ റിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനുള്ളൊരു ഇവൻ്റാണ് TGIF. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് ബിൽഡിങ്, ബ്രാൻഡ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്, ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്യൽ, കോണ്ടന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വെറും 7 മണിക്കൂറിലാണ് ഇവരിത് മൊത്തം ചെയ്തു തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസും ഒരു ക്രൈസിസ് വരുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഡിറ്റർമിനേഷനും അവർക്ക് TGIF-ലൂടെ കിട്ടും. മേ ബി ഇന്നിവിടെ ഇരിക്കുന്നവരെല്ലാവരും വിന്നർ ആയിക്കോളും എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നാളെ ഇവരൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്തരമൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഒരു പക്ഷേ അവിടെ ബാക്കിയുള്ളവരെക്കാൾ നന്നായി ചിന്തിച്ച് ക്രിയേറ്റീവായിട്ടൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് പറ്റും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പുണ്ട്. ബിക്കോസ് അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവരെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇവൻറ്റിലൂടെ. ടീം നല്ല ടീം തന്നെയാണ്. അവിടെ കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടൈം കൺസ്ട്രെയിൻറ്റ് മാത്രമുള്ള ഒരു ഇഷ്യൂസ് വരുന്നത്, കാരണം സഡൻ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുള്ളത്. ബട്ട് ഞങ്ങൾ ബെസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ വർക്ക് അതിലുണ്ടാവും. ഓക്കെ, അപ്പം എല്ലാവരും പ്രശ്നം പറയുന്നത് ടൈമിലാണ്. ആക്ച്വലി നമ്മുടെ മെയിൻ ടാസ്ക് വലിയ നമ്മുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ടൈം ഉണ്ടാവരുത് എന്നുള്ളത്. ഉണ്ടല്ലോ, ടൈം കഴിഞ്ഞു, അതാണ് സംഭവം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത ടൈമിൽ ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എന്നിട്ടുള്ളത്. ഇത്രയും വളരെ ചുരുങ്ങിയ സമയം മാത്രം ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് കാണാനുള്ളത് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവർ ചെയ്ത വർക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ പിള്ളേർക്ക് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെലിവറബിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഈ ഒരു ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുക എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കണ്ടോ. 100 GB cloud storage, advanced AI, deep encryption. You got the right to ask where your data goes. You got the right to ask who's got your back. We build BlackBerry Cloud for you, not for any mystery servers. Our legacy is built on pioneering secure communication methods. This experience truly sets us apart. Second order evaluation നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫിദ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് ആൻഡ് സെക്കൻഡ് റൗണ്ട്? നല്ല പരിപാടിയാണ്. കാരണം നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കിത് വർക്കൗട്ട് ആവാൻ പറ്റുമോ. പക്ഷേ അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഹാക്കർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൽ എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതേപോലെ ഫൺ ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. സോ ടൈമില്ല, അധികം വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പം തന്നെ ഇതിൽ കോൺടാക്ട് ചെയ്തോളി. സോ കഴിഞ്ഞ TGIF-ൽ പങ്കെടുത്ത നമ്മുടെ അലുമിനീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഈ ഇത്രയും ആൾക്കാർക്ക് ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ തവണ അറ്റൻഡ് ചെയ്ത പോലെ TGIF അല്ല ഇപ്പോൾ ഉള്ളത്. എന്താണ് പറയാനുള്ളത്? ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കുട്ടികളില്ലായിരുന്നു, വളരെ കുറച്ച് കുട്ടികൾ, 5 or 4 ടീം എങ്ങാണ്ടുള്ളൂ. ഇത് കാണുമ്പോൾ ഒരു ഹാൾ മുഴുവനും കുട്ടികൾ അടിപൊളിയാണ്. പിന്നെ ശരിക്കും അന്ന് നമുക്ക് കിട്ടിയ ടാസ്ക് മീഷോ എന്നുള്ള ഒരു ബ്രാൻഡിനെ പ്രീമിയം ബ്രാൻഡാക്കി മാറ്റാം. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മളുടേതായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊന്ന് പുറത്തെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു.
പ്രാവശ്യം ഈ കുട്ടികളും അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അടിപൊളിയാണ്, കണ്ടിട്ട് നല്ല രസമുണ്ട്. സോ അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെയുള്ള 8 ടീമിൽ നിന്നും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 4 ടീം മാത്രമാണ് ഫൈനലോട്ട് കടക്കുക. അതാരാന്ന് ഇനി ഐഡിയ? നോ ഐഡിയ. കണ്ടോക്കാം നമുക്ക്. ലൈക്ക് ലെറ്റ് സി അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ. 99 പോയിന്റോട് കൂടിയിട്ട് ടീം 4. ശ്രദ്ധിക്കണേ, 120 പോയിന്റോട് കൂടിയിട്ട് ടീം 2. ടീം 2, 3, 4, 5 ബാക്കിയുള്ള ടീംസ് എലിമിനേറ്റഡ് ആണ് കേട്ടോ. ആൻഡ് ഇനിയാണ് നമ്മുടെ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ റൗണ്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർക്ക് ടാങ്ക് പോലുള്ള ഇൻവെസ്റ്റർ പിച്ചാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഇൻവെസ്റ്ററിനെ മാക്സിമം കൺവിൻസ് ചെയ്തിട്ട് മാക്സിമം ഫണ്ട് അടിക്കാനുള്ള സ്മൈൽ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഉള്ളത്. സോ ഫൈനൽ റൗണ്ട് ആയിട്ടുണ്ട്. ഫൈനൽ റൗണ്ടിൽ ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്, അല്ലാതെ ഇവർക്ക് വേണ്ടി ജഡ്ജ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഡെസ്ഗ്രോ മീഡിയയുടെ ഫൗണ്ടറും സിഇഒയും ആയിട്ടുള്ള നിസാമും, അതേപോലെ തന്നെ എഡെക്സ് ലേണിങ്ങിൻ്റെ ഫൗണ്ടറും സിഇഒ ആയിട്ടുള്ള ജോമിയാണ്. റീസെൻ്റായിട്ട് ഞങ്ങൾ ഫഹദ് ഫാസിലിൻ്റെ കയ്യിൽ ഒരു കീപാഡ് ഫോൺ കിട്ടി. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഞങ്ങൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായി കൂടുതൽ സെലിബ്രിറ്റീസ് ഈ കീപാഡ് ഫോണിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ഇഷ്യൂസ് വരുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ്. ജെൻസീസ് കൂടുതൽ ഡിസ്ട്രാക്ട് ആവുകയാണ്. സർ, നിങ്ങളിപ്പോൾ കറന്റ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള 50 CR വേണ്ടെന്ന് പറയുന്നത്, 100 CR എപ്പോഴാണ് ഓക്കെ അപ്പോൾ വരാമെന്ന്? അല്ല, നമുക്ക് 100 CR തന്നെ വേണം. റോയൽറ്റി എന്നുള്ള ഒരു പാർട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. റോയൽറ്റി അല്ല, ിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾ നല്ല എനർജറ്റിക്, യു ആർ വെരി എനർജറ്റിക്. ഇത്രയും നല്ലൊരു കിടിലൻ മനുഷ്യരുണ്ടാവുമ്പോൾ ഞങ്ങൾ ഹിസ്റ്ററിയുള്ള ഒരു ബ്രാൻഡാണ് ബ്ലാക്ക്ബെറി. നോ കമ്മിങ് ഓൺ ഐഫോൺ, സാംസങ് അവരൊക്കെ എൻ്റർ ചെയ്യും. ലൈക്ക് 2007 ഐഫോൺ എൻ്റർ ചെയ്ത ശേഷം അവർ ടച്ച് സ്ക്രീനും അതുപോലുള്ള പുതിയ ഇന്നോവേഷൻസ് തുടങ്ങും. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അറിയാൻ പറ്റുന്ന സംഭവമാണ് ലൈക്ക് മെറ്റ അതുപോലെ ഗൂഗിൾ അതുപോലെ പ്ലാറ്റ്ഫോംസ് ഒക്കെ പെർ പേഴ്സൻ്റെ മോർ ദാൻ 4000 ഡാറ്റ പോയിന്റ്സ് വിത്തൗട്ട് അവർ കൺസെൻറ്റ് അവർ എടുക്കുന്നുണ്ട്. വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ് ഡാറ്റ ബ്രീച്ച്. ഓൺലി ദ platform. $20 million. Like even 20 million, I would say the 40% equity seems to 25% of your equity. I would say like if you are going for 20 million, I would say around 10% or 5 to 10% is the maximum that you can draw. It's the maximum equity part, yes, for equity part. സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ആ ബ്രാൻഡിന്റെ സ്റ്റോറി ടീം ഓൾറെഡി ഞങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള വേറെ കാര്യം, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണെന്നുള്ളത്. ഇത് രണ്ടല്ലാണ്ട് എന്തൊക്കെയായിരിക്കണം കസ്റ്റമർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സെയിൽസ് പിച്ച് എന്തായിരിക്കണം, അതും അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട തരത്തിലുള്ള റിസ്ക് മാനേജ്മെന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കണം, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എല്ലാം ഇറ്റ്സ് അപ് ടു യു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വാഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്, ഇത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ ഇതുവരെ പഠിച്ച് ഫ്രഷേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഈ ഡേയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലൗഡ് അപ്ലോസ് ഫോർ ഓൾ ഓഫ് യു. നല്ല പ്രോഗ്രാം ഉണ്ടോ? നല്ല ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ അക്കാഡമിക്ക് നടത്താൻ പറ്റിയ പ്രോഗ്രാം ഹാപ്പൻ സി ബാക്കിയുള്ള ടീമുകൾ നടത്താൻ കണ്ടിട്ടില്ല. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന പൊസിഷൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ the capitalist, the investor should be looking for the reality part, not for the imagination, not for the fantasy, not for the optimism bias. It's only for the reality. റിയാലിറ്റിയിൽ എത്ര കിട്ടും ഇത് മാത്രമേ ക്യാപിറ്റലിസ്റ്റ് നോക്കൂ, വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഫണ്ട് നിങ്ങൾ ആസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ്
you should have the clarity where you're spending, how much you're saving, how much you're giving to them. ഈ ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റ്. നിങ്ങളിപ്പോൾ പിച്ച് ചെയ്തതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡാർക്കായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തിരുന്ന് ഫണ്ടിങ് മേടിച്ച ഒരാളാണ്. ചോദ്യം കേട്ടപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ആകാൻ പോകുന്ന ആൾക്കാരോട് ഞാൻ ക്ലിയറായിട്ട് ഞാൻ പറയുന്നൊരു കേസുണ്ട്. നിങ്ങൾ ഈ ചോദ്യമൊക്കെ ഡാർക്ക് അടിക്കരുത്. ഇതിൻ്റെ ഒരു 10, 100, 200,000 എക്സിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റർ പിച്ച് വെക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. കാരണം ഞാൻ ഇൻവെസ്റ്റർ പിച്ച് ഇരുന്നിട്ടുണ്ടാണ് അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു ഫസ്റ്റ് പൊസിഷൻ. പക്ഷേ ഒരൊറ്റ ചെറിയൊരു വലിയൊരു ക്രൈറ്റീരിയ കാരണം ടീം 4 ആണ് ഫസ്റ്റ്. ടീം 4 ഓക്കെ. കാരണം ടീം 4 ചെയ്തൊരു പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? അവർ നെഗോഷിയേറ്റ് ചെയ്ത ഫണ്ടിങ് മേടിച്ചെടുത്തു. മനസ്സിലായോ? അപ്പൊ സെക്കൻഡ് പ്ലേസിൽ എത്തിയിട്ടുള്ള ടീം 3. And the first prize goes to Team 4. എന്താണ് പറയാനുള്ളത് DJFനെ കുറിച്ചിട്ട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തം പറ. നല്ല രസമായിരുന്നു. ഭയങ്കര ക്രിയേറ്റീവായിരുന്നു. ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇനിയും കുറേ ചെയ്യാനുള്ള പോലെ, മതിയാവാത്ത പോലെ. ഇത് റിപ്പീറ്റായിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് നടത്തണം, എന്നാലേ പിള്ളേരൊക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ. നമുക്ക് ഓൺട്രപ്രണേഴ്സ് കുറേ പേരെ കിട്ടാനുണ്ട്. വിന്നറാണ്, എന്താണ് പറയാനുള്ളത്? വെരി പ്രൗഡ് മൊമെന്റ്. എങ്ങനെയുണ്ടായിരുന്നു പ്രസന്റേഷൻ ഒക്കെ? പിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പിച്ചൊരു റിയൽ പിച്ചായിട്ട് തോന്നി. അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെങ്കിലും നമുക്കതിന് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ആൻസേഴ്സ് മാറ്റർ. സോ ഫൈനലി ഇന്നത്തെ DJF ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഫണ്ടായിരുന്നു, ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. ആൻഡ് വിന്നേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു രക്ഷയുണ്ടായിരുന്നു. അടിപൊളി. എങ്ങനെയുണ്ട് വിന്നറായപ്പോൾ എന്താ പറയാനുള്ളത്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. വിന്നറായിരുന്നോ? എന്താ പറയാനുള്ളത്? ഭയങ്കര വലിയൊരു സെക്കൻഡ് അല്ലേ ഇത്, ഫസ്റ്റിൻ്റെ അല്ലേ? അവിടെ പിന്നെ ശരിക്കുള്ള വിന്നറോടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആരുമില്ല ഇവിടെ.